തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കാൻ ലോകായുക്ത പ്രാപ്തരല്ല എന്ന വി.ഡി. സതീശന്റെ പരാമർശം അദ്ദേഹം പിൻവലിച്ചു. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം പിൻവലിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, സത്യവാങ്മൂലത്തിൽ താൻ ഇത്തരമൊരു പരാമർശം നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ വാക്കുകൾ കൂടിയാണ് എന്നുള്ള തരത്തിലുള്ള ചില വിശദീകരണങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും കോടതി അദ്ദേഹത്തിന്റെ ഈ ഒരു ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണ്. കെ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹൈക്കോടതിയിൽ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കെ ഫോൺ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ആ ഹർജി ഹൈക്കോടതി പരിഗണിച്ച സമയത്ത് നിരവധി വിമർശനങ്ങളെല്ലാം തന്നെ നേരിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തിനാണെങ്കിലും കെ ഫോണുമായി ബന്ധപ്പെട്ട് നൽകിയ സത്യവാങ്മൂലത്തിലാണ് അദ്ദേഹം ഈ വിഷയം, അതായത് ലോകായുക്തയുമായി ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ അത്തരം ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ ഹർജി ഫെബ്രുവരി 29 ഹൈക്കോടതി പരിഗണിക്കുന്നതായിരിക്കും. പിന്നീട് വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലോകായുക്തമേലുള്ള വിശ്വാസക്കുറവാണ്. അതായത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നെല്ലാം പ്രകടമായത് അത്തരം ഒരു സംഭവമാണ്. അതായത് ലോകായുക്തയാണെങ്കിലും ഉപലോകായുക്തയാണെങ്കിലും വരുന്ന കേസുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. അതുപോലെ തന്നെ ആ കേസുകളാണെങ്കിലും ആ വരുന്ന കേസുകൾ തീർപ്പാക്കുന്നതിലാണെങ്കിലും അതിന്റെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ലോകായുക്തയ്ക്ക് എതിരെ ഉയർന്നു വരുന്ന ജനവികാരം എന്ന് പറയുന്നത്, പൊതുജന വികാരം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും നെഗറ്റീവാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റിയതിനെ തുടർന്നുള്ള ആ ഒരു കേസാണ് വി.ഡി. സതീശൻ ലോകായുക്തന്മേൽ ഇത്തരമൊരു ആശങ്ക അല്ലെങ്കിൽ ഇത്തരമൊരു പരാമർശത്തിലേക്കെല്ലാം നയിച്ചിട്ടുണ്ടായിരുന്നത്. ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുക, അതായത് ഏകദേശം 55 ലക്ഷം രൂപ വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളതായിരുന്നു ലോകായുക്തന്മേൽ നൽകിയ പരാതി എന്ന് പറയുന്നത്. ആ പരാതി വർഷങ്ങൾക്കിപ്പുറവും പരിഹരിക്കപ്പെടാതെ നിൽക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര കാലമെടുക്കുന്നത് എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. മാത്രമല്ല, പലപ്പോഴേ ലോകായുക്ത പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കേസുകൾ മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ കേസുകൾ മാറ്റിവെക്കുന്ന സാഹചര്യത്തിലെല്ലാം തന്നെ ആ ലോകായുക്തയുടെ വിശ്വാസ്യത പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും ലോകായുക്തയുടെ നിയമം അനുസരിച്ച് 6 മാസത്തിനുള്ളിൽ തന്നെ കേസ് തീർപ്പാക്കണമെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട കേസിലാണെങ്കിൽ സുപ്രീം കോടതി ഇടപെടുകയും 6 മാസം കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു വിധി ഉണ്ടാകേണ്ട സാഹചര്യമുണ്ട്. വിധി ഉണ്ടാകണമെന്നുള്ള ആവശ്യമെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം തന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കേസ് തള്ളിപ്പോവുകയായിരുന്നു. യഥാർത്ഥത്തിൽ കേരള സംസ്ഥാനത്ത് 1998 നവംബർ 15 നിലവിൽ വന്ന കേരള ലോകായുക്ത നിയമപ്രകാരം രൂപം കണ്ട ഒരു അഴിമതി നിർമ്മാർജ്ജന സംവിധാനമാണ് ലോകായുക്ത. ഇതനുസരിച്ചുകൊണ്ട് തന്നെ ലോകായുക്തയുടെ പരിധിയിൽ വരുന്നവർ കേരളത്തിലെ ഇപ്പോഴത്തെയോ മുൻപത്തെയോ മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, MLA മാർ, സർക്കാർ ജീവനക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ, ബോർഡുകൾ, അതോറിറ്റികൾ, സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവരുടെ എല്ലാം തന്നെ ഭാരവാഹികൾ, തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ, രാഷ്ട്രീയ സംഘടനകളുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങി ഒരു സർക്കാർ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ഈ ലോകായുക്തയുടെ പരിധിയിൽ വരുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന്. സ്വാഭാവികമായും ഈ ഒരു അഴിമതി എന്ന് പറയുന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റി എന്ന് പറയുന്ന ഈ ഒരു പരാതി വന്നിട്ടുള്ളത് മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള മറ്റു മന്ത്രിമാർക്കെതിരെയും കൂടിയാണ്. മാത്രമല്ല, ഈ ലോകായുക്തയുടെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ മറ്റൊന്നാണ് അതിന്റെ 14ാം വകുപ്പ് എന്ന് പറയുന്നത്. ഈ 14ാം വകുപ്പ് പ്രകാരം ആർക്കെതിരെയാണോ കേസ് തെളിയിക്കപ്പെടുന്നത് ആ സമയത്ത് തന്നെ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള സാഹചര്യം കൂടിയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഫണ്ട് വകമാറ്റൽ കേസ് വന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അദ്ദേഹം കുടുങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 14ാം വകുപ്പ് അങ്ങ് നീക്കം ചെയ്തു എന്നുള്ള വിമർശനങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആ 14ാം വകുപ്പ് നീക്കം ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ മുഖ്യമന്ത്രി കുടുങ്ങാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഇവിടെ കേരളത്തിൽ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ അങ്ങ് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഒരു വീഡിയോ കോൺഫറൻസിലൂടെയാണ് അദ്ദേഹം ഈ വകുപ്പെല്ലാം തന്നെ മാറ്റുന്നത് എന്നുള്ള ചില വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നിരുന്നു. അതായത് വ്യക്തമായി അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ ലോകായുക്തയിൽ അദ്ദേഹത്തിനെതിരെ ഇത്തരം നിൽക്കുന്ന സാഹചര്യത്തിൽ, അദ്ദേഹത്തിനെതിരെ തെളിവുകൾ നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അത്തരം ഒരു നീക്കമുണ്ടായത് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ അത്തരം ഒരു വലിയൊരു പരാതിയിന്മേലാണ് ഇപ്പോൾ വീണ്ടും വി.ഡി. സതീശൻ ആ ലോകായുക്തന്മേലുള്ള തന്റെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും എല്ലാം കാര്യങ്ങൾ അതിന്റെ പുറകിൽ ഉണ്ടായിരുന്നു കൊണ്ടാണ്, അതായത് ഇത്ര വലിയ വകുപ്പുകൾ റദ്ദാക്കപ്പെടുന്നു, കേസുകൾ നീട്ടിവെക്കപ്പെടുന്നു തുടങ്ങി ഇതുവരെയും നീതി ലഭിക്കാത്ത തരത്തിൽ, കേസുകൾ എണ്ണം തീർപ്പാക്കാത്ത തരത്തിൽ ലോകായുക്ത ഇത്രയും വലിയ രീതിയിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ടാണ് വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നും
ഇത്തരമൊരു വിമർശനം ഉണ്ടായത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം എന്ന് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ കേസ് തീർപ്പാക്കാൻ ലോകായുക്ത പ്രാപ്തരല്ല എന്ന് പോലും വിമർശിക്കേണ്ട സാഹചര്യത്തിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെ നയിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ഈ ദുരിതാശ്വാസ നിധി ഫണ്ട് വകമാറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരിക്കുന്നത് ശശികുമാർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുള്ളത് 55 ലക്ഷം രൂപയുടെ ഒരു വകമാറ്റൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന ആ ഫണ്ട് കൃത്യമായി തന്നെ വിനിയോഗിക്കപ്പെട്ടിട്ടില്ല. 55 ലക്ഷം രൂപയാണ് അതിൽ നിന്നും വകമാറ്റി ചെലവഴിച്ചിട്ടുള്ളത്. ആ വകമാറ്റി ചെലവഴിച്ചിട്ടുള്ളത് അതൊരു പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിലേക്കാണ് എന്നുള്ള വിമർശനങ്ങളെല്ലാം തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികളെല്ലാം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഉഴവർ വിജയന്റെ മക്കൾക്ക് വിദ്യാഭ്യാസ ചെലവ് എന്ന രീതിയിൽ 25 ലക്ഷം രൂപയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നൽകിയത്. അതുപോലെ തന്നെ കെ രാമചന്ദ്രന്റെ കുടുംബത്തിന് 8.5 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം തട്ടി മരണപ്പെട്ട സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിനും 25 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. തുടങ്ങി സർക്കാരിന്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഈ പണമെല്ലാം തന്നെ ചെലവാക്കി എന്നുള്ള തരത്തിലുള്ള ആക്ഷേപമെല്ലാം തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നത്. ഇത് തന്നെയാണെങ്കിലും ലോകായുക്ത എന്ന് പറയുന്ന ഒരു മികച്ച സംവിധാനത്തിന്മേലുള്ള വി ഡി സതീശൻ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള അതിന്മേലുള്ള ഒരു ഗൗരവവും അതിന്മേലുള്ള പൊതുജന അഭിപ്രായങ്ങളെല്ലാം തന്നെ സതീശൻ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള നെഗറ്റീവിലേക്ക് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കാനായിട്ട് ശ്രമിക്കുന്നതും. പക്ഷേ ഒരു കോടതി പക്ഷേ അത്തരമൊരു സംവിധാനത്തെ തന്നെ വിമർശിക്കേണ്ടി വന്നു എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം പിൻവലിച്ചിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം അപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോഴും നടപ്പിലാക്കാതെ പോകുന്ന ചില കേസുകളുണ്ട്. ആ കേസുകൾ അതായത് ലോകായുക്തയുടെ പരിധിയിൽ പോലും വരുന്ന കേസുകളൊന്നും തന്നെ തീർപ്പാക്കപ്പെടുന്നില്ല. അതായത് ആ കേസുകളുടെ എണ്ണം കുറയുന്നു, തീർപ്പാക്കുന്നതിന്റെ എണ്ണം കുറയുന്നു എന്നുള്ള ചില കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലോകായുക്തന്മേലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹം ഈ പരാമർശം പിൻവലിക്കുന്നുണ്ടെങ്കിൽ പോലും കോടതി അദ്ദേഹത്തിന്റെ ആവശ്യം അംഗീകരിക്കുന്നുണ്ട്. സത്യവാങ്മൂലത്തിലൂടെ തന്റെ പരാമർശം പിൻവലിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ ഇത് തന്നെയാണ്. ഇപ്പോഴും 2018 കൊടുത്ത ആ ഒരു പരാതി എന്ന് പറയുന്നത് ലോകായുക്തയിൽ ഇപ്പോഴും തീർപ്പാക്കാതെ കിടക്കുക തന്നെയാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും മികച്ച വസ്തുത എന്ന് പറയുന്നത്.